ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ ബ്രാൻഡ് ന്യൂ വ്ളോഗ്. ഇന്ന് രാവിലെ അല്ല, ഇന്നൊരു 10 മണിക്ക് എണീറ്റുണ്ട്. 10 മണിക്ക് എണീറ്റ് പല്ലെല്ലാം കഴിച്ചിട്ട് ഫുഡെല്ലാം കഴിച്ച് ഫുഡ് പറഞ്ഞാൽ ചിക്കൻ കറീൻ്റെ കുറച്ചുണ്ടായിരുന്നു. ചിക്കൻ കറിയും പിന്നെ ബ്രെഡും കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് ഫുഡ് കഴിച്ചപ്പോണ്ടല്ലോ ഇപ്പോൾ വയറിന് കുറച്ച് സുഖം കിട്ടി. പിന്നെ അതുമല്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിന്നപ്പോൾ ഇപ്പോൾ കുറേ നല്ല കാറ്റ് വന്നിരുന്നു. നല്ല കാറ്റ് വന്നപ്പോൾ ഉണ്ടല്ലോ മുറ്റത്ത് മൊത്തം അപ്പൂപ്പൻ തടീൻ്റെ വെള്ള സാധനങ്ങൾ ഇവിടെ മുഴുവനും. ഞാൻ അപ്പം എടുക്കാന്ന് വിചാരിച്ച് അകത്ത് പോയി മൊബൈൽ എടുത്ത് തിരിച്ചു വരുമ്പോണ്ട് അതെല്ലാം പോയിക്കണം. ഇപ്പം അധികമൊന്നുമില്ല, 2-3 ഉണ്ട് ഇവിടെ എവിടെയോ ആയിട്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാ പോണ് ഇതുണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഇല്ല, കുറച്ചുണ്ട് ഇവിടെ. നേരത്തെ നല്ല കാറ്റ് നിന്നായിരുന്നു. അപ്പം ഉണ്ടല്ലോ ആ മറ്റേ തെങ്ങൻ തോട്ടത്തിലുള്ള അപ്പൂപ്പന്താടി മുഴുവനും ഉണ്ട്. കാറ്റടിച്ചപ്പോൾ ഈ ഭാഗത്തൊക്കെ പറന്നങ്ങ് വന്നിക്കണം. കാണാൻ എന്ത് രസമായിരുന്നു അറിയോ? ഒരു വെള്ള സാധനങ്ങൾ ഇങ്ങനെ പറന്ന് പോകുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. അവിടെ കാണുന്നുണ്ട് കാപ്പീൻ്റെ ഭാഗം. അവിടെ കാണുന്ന ചെറിയ പുല്ലില്ലേ, അതൊക്കെ അധികം അപ്പൂപ്പന്താടീൻ്റെയും പിന്നെ വേറെ അധികം പുല്ലൊക്കെയാണ്. ഇത് ഓരോന്ന് പറന്ന് പോകുന്നതാ. ഇതാ പോണ്. ഇപ്പോഴും നല്ല കാറ്റൊക്കെ വരുന്നുണ്ട്. ഞാൻ റൂമിൽ കയറി ഗെയിം കളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ പുറത്തേക്ക് വെറുതെ വന്നിരുന്നു വെച്ചാൽ വെറുതെ ഇങ്ങനെ ആകാശം നോക്കി ഇങ്ങനെ വെച്ച് തിന്നാം. പിന്നെ അത് മാത്രമല്ല മാങ്ങേൻ്റെ പൂവും പൂത്തുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ നോക്കിക്കാന്ന് വിചാരിച്ചിരുന്ന അപ്പം ഉണ്ട് നല്ല കാറ്റ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല അപ്പൂപ്പന്താടിയൊക്കെ ഇങ്ങനെ പറന്ന് വരുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് കാറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ അധികം അപ്പൂപ്പന്താടി പറന്ന് വരുന്നില്ല. ആ തെങ്ങത്തോട്ടത്ത് ആ പാലത്തിൻ്റെ ഭാഗത്തേക്കായിട്ടാണ് അധികം അപ്പൂപ്പന്താടി കാണുന്നത്. ഇങ്ങോട്ട് അധികം വരുന്നില്ല. വീട്ടിൽ വൈഫൈ മേടിക്കുന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അമ്മ പറഞ്ഞിട്ടുണ്ട് വൈഫൈ ഒക്കെ മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈഫൈ മേടിക്കുകയാണെങ്കിൽ എനിക്ക് ലാഭമല്ലേ, വീഡിയോ ഒക്കെ നല്ല ക്വാളിറ്റിയിൽ ഇടാം. അത് മാത്രമല്ല നല്ല ഷോർട്സ് ഇഷ്ടം പോലെ ഇടാം. എനിക്ക് നെറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഷോർട്സ് ഇടാൻ പറ്റാത്തത്. ലോങ് വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നെറ്റ് പകുതി മുക്കലേ തീരും. അതുകൊണ്ട് ഷോർട്സ് എനിക്ക് അപ്ലോഡ് ആക്കാൻ പറ്റാത്തത്. അത് മാത്രമല്ല ജിമ്മൊക്കെ ഉറക്കം തന്നെ കേട്ടോ. എന്താണ് ഇവ ഇങ്ങനെ ഉറങ്ങണത്? എന്താണ് കടന്നുറങ്ങണേ? എന്തിങ്ങനെ കടന്നുറങ്ങുക? ചവിട്ട് നോക്ക്. ഇത് നഖമൊക്കെ വെട്ടി കൊടുക്കണം. നഖമൊക്കെ ഉണ്ടാവും അമ്മേ, മുറിച്ചുള്ള നഖമൊക്കെ വെട്ടി കൊടുക്കണം. അല്ലെങ്കിൽ പിടിച്ച് മേത്തെ കയറുമ്പോണ്ടല്ലോ നഖമൊക്കെ ഒന്ന് കയ്യിൽ കാല് മുറിഞ്ഞുണ്ടല്ലോ, ഈ കാണുന്ന നഖമൊക്കെ വന്ന് കോറിയാടുണ്ടല്ലോ. എന്തൊക്കെ എന്ത് മൂർച്ചയൊക്കെ അമ്മീ. ഏതോ കല്ല് കൊണ്ടുപോയി വരച്ചിട്ട് അതുണ്ടോ. ഞാൻ ഇന്നലെ തന്നെ ബ്രെഡെല്ലാം തീർക്കണം വിചാരിച്ചാ. എന്നിട്ട് അനിയത്തി പറഞ്ഞ് ബ്രെഡ് അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ എന്തോ മുട്ടയൊക്കെ പൊട്ടിച്ച് ഇതാക്കിയിട്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ എന്താക്കി അത് എടുത്തിട്ടില്ല. ഞാൻ 2-3 തിന്നിട്ട് അത് അവിടെ തന്നെ വെച്ച്. എന്നിട്ട് രാവിലെ ആയപ്പോൾ ആ ബ്രെഡ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. ആ ചിക്കൻ കറിയും കൊണ്ട് അതിൻ്റെ മേലെയൊക്കെ ഒഴിച്ച് തേച്ച് ഓരോരോ പീസൊക്കെ അതിൻ്റെ മേലെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ 2-3 തിന്ന് അച്ഛനും ഒന്ന് കൊടുത്ത്. എന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇരുന്ന കണ്ണാടി നോക്കിയപ്പോഴാണ് ഒരു കാര്യം ഞാൻ കണ്ടത് കേട്ടോ. അമ്മീ, ഇതെന്താ അവിടെ ഒരു റൗണ്ടാണോ? ഇവിടെ റൗണ്ടാണുണ്ടോ? എന്താ ഏതോ കുരു പൊട്ടിയിരിക്കണു അവിടെ. അതാണ് ഇവിടെ റൗണ്ടില്ല അമ്മീ. എന്തത്? പിന്നെ മാത്രമല്ല മുഖമൊക്കെ നോക്ക്, ഇവിടെ കറുത്ത കളറും പിന്നെ ഇവിടെയൊക്കെ കറുത്ത കളറൊക്കെ ആയിട്ട്. അതെന്ത് സംഭവം എന്നറിയോ? ഇവിടുത്തെ സംഭവം എന്താണെന്ന് അറിയില്ല. പിന്നെ ഇവിടുത്തെ സംഭവമൊക്കെ ഞാൻ പറഞ്ഞുതരാം. കുരു എൻ്റെ മുഖത്ത് കുരുവൊക്കെ ഇടയ്ക്ക് വലിയ കുരുവൊക്കെ വരും കേട്ടോ. ആ കുരുവൊക്കെ ഞാൻ എന്താക്കും, കാണുമ്പോൾ പൊട്ടിക്കും. ഞാൻ ആ കുരു കാണുമ്പോൾ കുരു ഉണ്ടല്ലോ പൊട്ടിക്കും. അതിൻ്റെ അടയാളമാണ് കേട്ടോ ഈ കറുത്ത കാണുന്ന കോഴിയില്ലേ, ഈ കാണുന്ന കോഴി അതിൻ്റെ മേലൊന്നും പോയി മുട്ടടൂല. ആ തയ്യൽ മെഷീൻ്റെ മേലെ വെച്ച് തുണിയിലൊന്നും പോയി മുട്ടടൂല. അതിനെന്തറിയില്ല, റൂമിലായിട്ട് പുതപ്പിൻ്റെ മേലെ അല്ലെങ്കിൽ ബെഡിൻ്റെ മേലെ അല്ലെങ്കിൽ കട്ടലിൻ്റെ അടിയിൽ അവിടെയൊക്കെ മുട്ടടുള്ളൂ. ഇതുണ്ടോ നിൽക്കണുണ്ടോ മീ? എന്തതിങ്ങനെ ഉറങ്ങണ പുതപ്പിലൊക്കെ കോഴിക്കോട്ട ആക്കല്ല കേട്ടോ. എന്താ മണം, ഒരുമാതിരി മണം ഇരിക്കാൻ. എൻ്റെ 1 മില്യൺ അടിച്ച പ്ലേ ബട്ടൺ നിങ്ങൾ കാര്യം കണ്ടിട്ടില്ലല്ലോ. ഞാൻ കാണിച്ചതാ, കണ്ടവരുണ്ടാവും. ഞാൻ ചാനലിൽ ഇട്ടിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 1 മില്യൺ അടിച്ച എൻ്റെ പ്ലേ ബട്ടൺ ഞാൻ കാണിച്ചു തരാം. എവിടെ കണ്ടാ?
1 മില്യൺ അടിച്ച പ്ലേ ബട്ടനത്. ആ ഞാൻ കാണും പോലെ ഒന്നല്ല കേട്ടോ. ഞാൻ പിന്നെ വെറുതെ വ്ളോഗ് കയറണ്. പ്ലേ ബട്ടനെ കണ്ടില്ലേ, അത്രയ്ക്ക് ഫേമസ് ആണ് ഞാൻ ഇപ്പൊ നിക്കണ എവിടെ അറിയോ, 2 നിലയുള്ള വീടിന്റെ മേലെ ഫ്ലോറിലാണ് നിക്കണത്. സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് മുറ്റത്ത്, സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. എന്താ വിചാരം, മുറ്റത്ത് സ്വിമ്മിങ് പൂൾ ഉണ്ട്, പിന്നെ ഒരു പോർഷ് ഉണ്ട്, പിന്നെ ഗേറ്റ്, ഫ്രണ്ടിൽ ഗേറ്റ് ഒക്കെ ഉണ്ട്. ആരും കയറി വരാതൊക്കെ, ഫാൻസ് ഒന്നും കയറി വരാതൊക്കെ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഗേറ്റ് ഒക്കെ വെച്ചിരിക്കണം. അത്രയും ഫേമസ് ആണ് ഞാൻ. ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെയൊക്കെ നോക്കണ്ട, എനിക്ക് സാധനങ്ങളുണ്ട്. പോർഷ് ഉണ്ട്, പിന്നെ സ്വിമ്മിങ് പൂളൊക്കെ ഉള്ള 2 നില വീടൊക്കെ ഉണ്ട്. എന്താ എന്താ നോക്കണേ. അമ്മ ഒരാളുടെ സമയമായി കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് തീ കത്തിക്കാനുള്ള പണി കുറച്ച് കുറഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. തീ കത്തിച്ചപ്പോൾ ഉണ്ടല്ലോ, വിറക് എടുത്ത് അടുപ്പിൻ്റെ ഉള്ളിൽ ഇട്ട് തേങ്ങേൻ്റെ ചകിരി ഇട്ട്, അത് മാത്രമല്ല ചിരട്ടി ഇട്ട് കേട്ടോ. ചിരട്ടി എല്ലാം ഇട്ടിട്ട് ഞാൻ കത്തിക്കണ എങ്ങനെ അറിയോ, മണ്ണെണ്ണ ഒഴിച്ച്, ആദ്യം മണ്ണെണ്ണ ഒഴിച്ച്, പിന്നെ അത് കത്തി കഴിഞ്ഞ്, മണ്ണെണ്ണ മൊത്തം കത്തി കഴിഞ്ഞ്, എന്നിട്ടും തീ കത്തിയിട്ടില്ല. തീ കത്തിയിട്ടില്ല. ഞാനിട്ട് രണ്ടാമത് പ്ലാസ്റ്റിക് ഇട്ട് കത്തിച്ച് നോക്കി. അപ്പോൾ ചെറുതായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇതുകൊണ്ട് വിറകുമെല്ലാം കത്തുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ കുറച്ചും കൂടി മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കഴിഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് വന്ന് കുറേ കഴിഞ്ഞ് 1-2 മണിക്കൂർ കഴിഞ്ഞ് കേട്ടോ. എന്നിട്ട് അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, തീ മൊത്തം കെട്ടടക്കുന്നുണ്ടായിരുന്നു. ആ ഓടക്കോയിൽ എടുത്തിട്ടുണ്ടല്ലോ. ഓടക്കോയിൽ വെച്ചാൽ ഈ കാണുന്ന ഇരുമ്പിൻ്റെ ഇല്ലേ, ഒരു കറുത്ത ഇരുമ്പിൻ്റെ ആണ് ഓടക്കോയിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ തീ കത്തിക്കുക. അതുകൊണ്ടാണ് ഈ കുറച്ച് തീൻ്റെ കുറച്ച് ദൂരം എന്ന് വെച്ചാൽ തീൻ്റെ അടുത്ത് പോവാതെ ആ ഓടക്കോയിൽ കൂടെ ഊതിയിട്ട് തീ അധികം വേഗത്തിൽ കത്തിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഊതി ഉണ്ടല്ലോ, എൻ്റെ ഉള്ള ശ്വാസം പോയിക്കണേ. എൻ്റെ ഉള്ള ശ്വാസം മൊത്തം പോയി. എന്നിട്ട് എന്താ കണ്ണിലൊക്കെ ഉണ്ടല്ലോ കറുത്ത കളർ പോലെ ഇങ്ങനെ കയറുന്നു. അത്രയോ നേരം ഇങ്ങനെ ഊതി ഇരുന്നിട്ട് കറുത്ത കളർ ഇങ്ങനെ കയറി വന്ന്. ഞാൻ രണ്ടാമത് ഊതി പകുതി ആയിപ്പോണ്ട് റിച്ച് വന്നിട്ട് ആ കോയിലും കൊണ്ടുണ്ടല്ലോ എന്തൊരു ഊതറിയോ ഊതിയത്. ഊതുമ്പോണ്ടല്ലോ തുപ്പലൊക്കെ തെറിക്കായിരുന്നു. എന്നിട്ട് ഞാൻ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അവൻ നേരെ മേലെ വീട്ടിലേക്കും പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് അമ്മ വരും, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും, അത് കഴിഞ്ഞിട്ട് രാത്രിയാണ് ഏട്ടൻ വരിക. ഏട്ടൻ വന്നിട്ട് അമ്മ വൈഫൈൻ്റെ ബോക്സൊക്കെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് ലാഭമല്ല, അല്ലെ ക്വാളിറ്റിയിൽ വീഡിയോ അപ്ലോഡ് ആക്കുക, അതായത് എത്രയല്ല കുറേ ഷോർട്സ് ഇടാം. പിന്നെ ഡെയിലി വ്ളോഗ് ക്ലിയർ ടൈമിൽ ഇടാം. ഞാൻ സാധാരണ 12 മണി കഴിഞ്ഞാലല്ലേ ഇടാറ്. അപ്പോൾ ഡെയിലി ക്ലിയർ ടൈമിങ്ങിന് എൻ്റെ വ്ളോഗ് അപ്ലോഡ് ആക്കാനും പറ്റും, വൈഫൈ ഉണ്ടെങ്കിൽ കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കാം, ഇപ്പോൾ കുളിക്കണോ അതോ രാത്രി കുളിക്കണോ എന്നിങ്ങനെ ആലോചിക്കാം. രാത്രി കുളിച്ചാൽ ഈ വയനാട്ടിലെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ, രാത്രി നല്ല തണുപ്പുണ്ടാവും. അത് മാത്രമല്ല എന്ത് തണുപ്പായിരിക്കും എന്നറിയോ. അതുകൊണ്ട് അധികം സമയം കളയുന്നില്ല, ഞാൻ ഇപ്പോൾ തന്നെ കുളിക്കാൻ പോവാണ്. ഇപ്പം തന്നെ കുളിച്ചാണ്ടല്ലോ അധികം തണുക്കുമില്ല, നല്ല വെയിലുണ്ടല്ലോ, അത്യാവശ്യം ചൂടും ആയിക്കോളും. അപ്പോൾ ഞാൻ ഇപ്പോൾ കുളിക്കാൻ പോയിട്ട് നമുക്ക് വൈകുന്നേരം അമ്മ വരുമ്പോൾ കാണാം. അമ്മ വരുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെ വരുമ്പോൾ കാണാം. പിന്നെ ഏട്ടൻ വരുമ്പോഴും നമുക്ക് കാണാം. അല്ല പിന്നെ എല്ലാവരും വരുമ്പോഴും കാണാം. എന്നാൽ പിന്നെ എനിക്ക് നേരത്തെ തന്നെ പറഞ്ഞാൽ പോലെയായിരുന്നു. ഞാൻ എന്തായാലും അധികം പറഞ്ഞ സമയം കളയണില്ല, ഞാൻ പോയി കുളിച്ചിട്ട് ഒന്നുകൂടി ഞാൻ പറയാം, വൈകുന്നേരം കാണാം. എന്നത്തെയും പോലെ അമ്മയും കിങ്ങണി ഇവിടെ സീരിയലും കണ്ടോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മൊബൈലിൽ സീരിയലും കണ്ടോണ്ട് നിൽക്കുന്നുണ്ട്. എന്തോ കാണുന്ന ഒരാൾ ഇവിടെ ഉറങ്ങി. അമ്മ എപ്പോഴാ വൈഫൈ മേടിക്കണ? അമ്മ ഇന്നലെ ഇന്നലെ മേടിക്കുന്നു പറഞ്ഞേ. പിന്നെ അപ്പോഴത്തെ വന്നിട്ട് മേടിക്കാൻ പറഞ്ഞില്ലേ? അപ്പോഴത്തെ ഇന്ന് വരുന്നുണ്ട്. ടൗണിൽ എത്തിക്കണ്, കൽപ്പറ്റ ടൗണിൽ എത്തിക്കണ് കേട്ടോ. നമ്മളെ വീഡിയോ ഇപ്പത്തേക്ക് നല്ല ലെങ്ത് ആയി ഉണ്ടാവും. അമ്മ കറി എന്താന്നും കൂടി പറഞ്ഞു. കൊല്ലം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കുമ്പളങ്ങ വെള്ളരി ഇല്ലേ, കുമ്പളങ്ങ കറി ഉണ്ട്, പിന്നെ സ്രാവ് വറുത്തുണ്ട്, പിന്നെ വേറെ പപ്പടം കാഴ്ചയുണ്ട്, പിന്നെ അടുത്ത് അച്ചാറുണ്ട്, അടുത്തത് ഉപ്പേരിയൊന്നും വെച്ചിട്ടില്ല. അത് പിന്നെ അച്ഛനെ അവിടെ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവരെ ഇവിടെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛനെ ഇവിടെ മൊബൈലില് അച്ഛന്റെ ഗ്രൂപ്പിനെ പറ്റി 2 വർത്തമാനം പറഞ്ഞ. അച്ഛാ ഗ്രൂപ്പിനെ പറ്റി
ഗ്രൂപ്പിലെ എനിക്കില്ല ഫ്ലാഷ് ഓൺ ആക്കാം. ഗ്രൂപ്പിനെ മാറ്റി അച്ഛന് ഗ്രൂപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഗുഡ് നൈറ്റ് അയക്കാം. 9 മണിയായി സംഭവം, 9 മണിയായി. എല്ലാവർക്കും ഗുഡ് നൈറ്റ് അയച്ചു കൊടുക്കാം. അതിന് ഗ്രൂപ്പ് നമുക്ക് പിന്നെ കാണാം. അച്ഛനും ഇതിനെ പറ്റി രണ്ട് ഗ്രൂപ്പിൽ എല്ലാവർക്കും എല്ലാ ഫ്രണ്ട്സിനും ഗുഡ് നൈറ്റ് ഇടുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കാം. ഓക്കെ. അച്ഛനവിടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അയക്കണ തിരക്കിലാട്ടോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ് അയക്കും. എനിക്കൊക്കെ രാവിലെ ഗുഡ് മോർണിംഗ് അയച്ചു തരും. ഇതാ അപ്പുറത്തെ റൂമിൽ ഇപ്പുറത്ത് ഇവിടെ ഹാളിൽ കിടക്കണേ, ഹാളിൽ സോഫയിൽ. അപ്പം ഞാൻ കിടക്കണേ. അന്നൊരു വട്ടം കിടന്നപ്പോൾ എനിക്ക് ഈ സോഫയിൽ കിടക്കണം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പം മൊത്തം ഈ സോഫയിൽ കിടക്കണേ. അപ്പോൾ രാവിലെ എനിക്ക് ഗുഡ് നൈറ്റ് അയക്കും. പിന്നെ രാത്രി എല്ലാവർക്കും ഗുഡ് നൈറ്റ് അയക്കണ ഇടയിൽ എൻ്റെ പേരുണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്കും ഗുഡ് നൈറ്റ് അയക്കും. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഉണ്ടാവും, തൊട്ടപ്പുറത്തുള്ള അച്ഛനല്ലേ എനിക്ക് ഗുഡ് നൈറ്റ് അയച്ചതെന്നൊക്കെ ഞാൻ വിചാരിക്കും. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഇപ്പോൾ ഏട്ടൻ ടൗണിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ ഇപ്പോൾ വരും. ഇപ്പോഴല്ല, കുറച്ച് സമയം വെച്ച് ഇപ്പോൾ 9 മണി കഴിഞ്ഞിട്ടുണ്ട്. 9 മണി 9:30 കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കുറച്ച് സമയം നമ്മുടെ വീഡിയോ കുറച്ചുകൂടി ലെങ്ത് ആവും. പിന്നെ അപ്ലോഡ് ആക്കാനുള്ള നെറ്റ് എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് ഇവിടുന്ന് ക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നാളെ നല്ല അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. ടാറ്റാ.